ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മൺചട്ടികളൊക്കെ ഇതുപോലെ കുറച്ച് ദിവസം വെക്കുമ്പോഴേക്ക് തന്നെ ഇതുപോലെ പൂപ്പൽ വന്ന് ഒന്നാകെ വഷളാവും അല്ലേ. അപ്പോൾ ഇതുപോലെ പൂപ്പലൊക്കെ വരാനും സാധാരണയാണ് നമ്മുടെ മൺചട്ടികളിൽ. അപ്പോൾ ഇത് ഒഴിവാക്കാനും നമ്മൾ എപ്പോൾ എടുത്താലും നല്ല ഫ്രഷ്നെസ്സോടെ നമ്മൾ വാങ്ങുന്ന ആ ഒരു ഫ്രഷ്നെസ്സോടെ നമുക്ക് കിട്ടാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മളെപ്പോഴും മൺചട്ടി കഴുകുന്ന സമയത്ത് അഥവാ കഴുകി വെക്കുന്ന സമയത്ത് തീർച്ചയായും കടലപ്പൊടി ഇട്ടിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മൾ കേകി കഴിഞ്ഞതിന് ശേഷവും ഒന്ന് കടലപ്പൊടി കൊണ്ടൊന്ന് എല്ലാ ഭാഗങ്ങളും ആക്കിയിട്ട് ഒന്ന് കേകി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കടലപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളിത് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കമഴ്ത്തി വെക്കാറാണ് പതിവ്. പക്ഷേ അതുപോലെ കമഴ്ത്തി വെക്കാതെ നിങ്ങൾ തീർച്ചയായും എടുത്ത് വെക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായി ഒന്ന് ചട്ടി ഒന്ന് ചൂട് പിടിപ്പിക്കുക എന്നതാണ് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുക്കുക. ചൂട് പിടിപ്പിച്ചിട്ട് വേണം ഇതൊന്ന് ഉണക്കാൻ. ഇനി വെയിലുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. കുറച്ച് നേരം ഈ ചട്ടി എന്തെങ്കിലും വെക്കുമ്പോൾ തന്നെ അത് നന്നായി ഒന്ന് ഉണങ്ങി കിട്ടും. ഒന്നെങ്കിൽ വെയിലത്ത് വെക്കുക, വെയിലില്ലാത്ത സമയങ്ങളിൽ മഴക്കാലൊക്കെ ആണെങ്കിൽ നന്നായി ഒന്ന് ഉണക്കാൻ വേണ്ടി നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്യാസ് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ഉണങ്ങി തുടങ്ങുന്നുണ്ട്, കണ്ടോ. നന്നായി എല്ലാ ഭാഗവും ഒന്ന് ഉണങ്ങി തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് നന്നായി ഒന്ന് ചൂടെടുപ്പിക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ഒരു പ്രത്യേക അടി പിടിച്ചൊരു സ്മെല്ല് വരും, അതില്ലാതിരിക്കാൻ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം. അത് കണ്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൊടുത്താൽ തന്നെ നല്ലോണം ഉണങ്ങി കിട്ടും. അപ്പോൾ ഏകദേശം ഉണങ്ങി കഴിയുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചട്ടി നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ട നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ അടുത്തതായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ചട്ടിയിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇതിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ന്യൂസ് പേപ്പറാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഞാനിതൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഞാൻ പതിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ ചട്ടി എടുത്താൽ ആ ഒരു ഫ്രഷ്നെസ് കിട്ടും. ഒരല്പം പോലും പൂപ്പൽ പോലും അതിലേക്ക് കയറുകയുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൺചട്ടികൾക്കൊക്കെ നല്ല വൃത്തിയും അതുപോലെ തന്നെ തിളക്കമുള്ളതുമാകും. ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.